വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഇനി ഈ സ്കൂളില് പേരൻസിനെ വിളിച്ചോണ്ട് വരുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടോ? അവരിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നപ്പോ ശരിക്കും നമ്മള് ഈ സ്കൂളിലൊക്കെ നമ്മൾ പേരൻസ് വിളിക്കുമ്പോൾ നമുക്കാണ് ടെൻഷൻ, ടീച്ചേഴ്സ് പേരൻസ് വിളിക്കുമ്പോൾ. ഇപ്പൊ അവരെ വിളിച്ചപ്പോ അവർക്കാണ് ടെൻഷൻ. ആണോ? അവർക്ക് അങ്ങനെ വേണോ? അപ്പൊ നമുക്ക് അവരിങ്ങോട്ട് വിളിക്കാം അല്ലെ? അപ്പൊ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്റ്റെബിന്റെ ഫാമിലിയെ. അപ്പോ നമ്മുടെ ഞാനും എന്റെ ആളും കുടുംബത്തിലേക്ക് ഈ കുടുംബത്തിന് സ്വാഗതം. അപ്പൊ സ്റ്റെബിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക എല്ലാരെയും. പരിചയപ്പെടുത്തപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇത് എന്റെ അപ്പച്ചൻ. അപ്പച്ചൻ കൃഷിക്കാരനാണ്. ഞങ്ങളെ ചെറുപ്പം മുതൽ ഞങ്ങളെ ഒരുപാട് അധ്വാനിച്ച് വളർത്തി. ഇപ്പോ കൃഷിയൊന്നും ചെയ്യുന്നില്ല, ഞങ്ങള് അധ്വാനിച്ച് അവരെ നോക്കുന്നു. അത് അമ്മ. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അനിയന്റെ ഭാര്യ, അത് അനിയൻ. പിന്നെ ഇത് എന്റെ അങ്കിളാണ്, അമ്മയുടെ മൂത്ത ചേട്ടൻ. ഈ അങ്കിളാണ് വലിയച്ചാച്ചൻ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സ്റ്റെബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൽ പോണ കാലം തുടങ്ങി പുള്ളി ഇങ്ങനെ പയ്യെ ഇങ്ങനെ കലാപരിപാടി ഒന്നും ഇല്ല പുള്ളിക്ക് കലാപരിപാടി കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ശരിക്കുള്ള പരിപാടി ശരിക്കും എന്തായിരുന്നു പരിപാടി പുള്ളിയുടെ? സ്കൂളിൽ പോകും, കൂട്ടുകാരോട് നടക്കും, പഠിക്കും. പഠിക്കണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. എന്നാലും നമ്മുടെ ഒരു ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണ് പോയതാ. സ്കൂളിൽ നിന്ന് ഇതുപോലെ വിളിപ്പിക്കുമായിരുന്നോ? അങ്ങനത്തെ സ്വഭാവം അത് വളരെ ഡീസന്റ് സ്വഭാവം. ഉന്നത് കിട്ടണം അല്ലെങ്കിൽ ഇന്നത് കിട്ടണം അല്ലെങ്കിൽ ഇന്നത് തന്നെ എനിക്ക് നേടണം അങ്ങനെ ഒരു ചിന്താഗതി ഒന്നുമില്ല. ഒരാളുടെ പൈസ പോലും പറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതൊന്നും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. സ്റ്റെവിൻ ആകെ വാശി പിടിച്ചത് ഇന്നത് വേണമെന്ന് പറഞ്ഞത് വിനീഷയുടെ കാര്യത്തിൽ മാത്രമാണോ? അല്ല, അത് എനിക്കും അറിയാൻ വേണ്ടായില്ല സത്യത്തിൽ. ഈ ഇവൻ പഠിക്കണ കാലത്ത് തുടങ്ങി ഏത് പെമ്പിളരെ കണ്ടാലും നീ ഒന്ന് ഓടി വേണേന്ന് പറഞ്ഞുകൊണ്ട് പോവുള്ളൂ. അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു. പക്ഷെ 10-28 വയസ്സായപ്പോ ഇങ്ങനത്തെ ഒരു വയ്യാവേലി ചെന്ന് ചാടുമെന്ന് എനിക്ക് വിചാരമുണ്ടായില്ല. അശ്വതി വിനീഷ തുള്ളിച്ചാടുവാ. അപ്പൊ അറിഞ്ഞപ്പോ എന്തായിരുന്നു ആദ്യത്തെ റിയാക്ഷൻ? എന്നോടൊന്നും പറഞ്ഞില്ല, വീട്ടിൽ മറ്റെല്ലാവരും അറിഞ്ഞ് അവരുടെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞ് അവസാനം മുമ്പിൽ എന്നോട് പറയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. പേടിച്ചിട്ടാണോ? അത് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല, തന്നോളായ താൻ പറയണോന്നുള്ള പറഞ്ഞേക്കണേ. അപ്പൊ അവൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കണക്കൂട്ടണം. അപ്പച്ച മഞ്ഞപ്പുറല്ലേ? മഞ്ഞപ്പുറല്ലേ? അത് മഞ്ഞപ്പുറ. ഇന്നലെ പന്നിയിറച്ചിയൊക്കെ മേടിച്ചോ? ഇന്നലെ പോരെ. എന്തായാലും എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത്, വലിയ കാര്യമല്ലേ നമ്മുടെ ഫാമിലിയെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഭയങ്കര കാരണം എനിക്ക് തോന്നുന്നു, കാരണം അപ്പനമ്മ മരിച്ചുപോയി. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന് ആളുകൾ കാണാൻ അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. വളരെ വലിയ കാര്യം. എനിക്ക് ഞാനും എൻ്റെ ആളിന്റെ ഒരുപാട് നന്മകളിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നന്മയായിരിക്കും ഇത്. പിന്നെ അതുപോലെ തന്നെ ചാച്ചനെ ഞങ്ങൾ മറക്കില്ല കേട്ടോ. അതെ, അമ്മാവൻ. അതായത് അന്ന് ഇത് പറഞ്ഞ് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അന്യച്ചാര് ചോദിച്ചത്രേ. അപ്പൊ അവരുടെ കാര്യം ഓക്കെ അല്ലേ? എന്റെ അങ്ങനെയാണ്. അല്ല, അവരും ഇതുപോലെ പ്രണയിച്ച് കല്യാണം കഴിച്ച ആണല്ലേ? അല്ല, നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഉത്സാഹം പറ്റിയായിട്ടുള്ള ഒരു അമ്മയുടെ ആങ്ങളെ ഉണ്ടാവും. അങ്ങനെ ഒരു അമ്മയുടെ ആങ്ങളെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പയാവും. അല്ല, ഒട്ടുമിക്ക ആൾക്കാർ നല്ലവരായിരിക്കും. ഒരു ഉത്സാഹം പറ്റി അത്യാവശ്യം രണ്ടെണ്ണമൊക്കെ അടിച്ച് അല്ലേ? ഇതിപ്പോ അമ്മയുടെ ആങ്ങളെ വരാൻ കാരണം ഇത് സക്സസ് ആയി പോണോണ്ടാ. ചിലതൊക്കെ ചീറ്റിപ്പോയി, ഏരിയ വരൂല പിന്നെ. അപ്പൊ പറയൂ, എന്തായിരുന്നു അന്ന് രാത്രി ഇപ്പൊ തന്നെ വിളിച്ചൊരു തീരുമാനമാക്കും എന്ന് തീരുമാനം എടുക്കണ്ടായി? കാരണം അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആവേശത്തിന് പുറത്താണോ? അല്ല, ആവേശത്തിന് പുറത്തല്ല. ഇന്ന് പെങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോ പെങ്ങളുടെ ഇടയ്ക്ക് പറയാറുണ്ട്, ചെറുക്കൻ പ്രായമല്ലോ, ഇവനെ കെട്ടിക്കാൻ നിങ്ങളൊന്നും നോക്കുന്നില്ലേ? ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇനി ചേട്ടനൊന്ന് പറഞ്ഞു നോക്കുന്നു പറയണം. ഇവന്റെ അടുത്ത് പറയുമ്പോ പറയും, അച്ഛൻ എന്താ പറയണേ, ഞാൻ വല്ലോടത്ത് എവിടെയെങ്കിലും സ്വന്തമായിട്ട് നടന്നോട്ടെ, വെറുതെ എന്നെ തല കുരിശുണ്ടാക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയല്ലടാ, ഒരു സമയാസമയങ്ങളിൽ നടന്നു പോണം, അല്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ എടവപ്പള്ളിയിലെ തിരുനാളിന്റെ അവസാനത്തെ ദിവസം ഞങ്ങൾ ഈ ഓരോ ഫംഗ്ഷനുകൾക്ക് ഞങ്ങൾ എല്ലാവരും ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, എല്ലാവരും കൂടി കൂടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ കൂടി എനിക്ക് ഈ സമയത്ത് ഇവന്റെ അടുത്ത് ഇങ്ങനെ പതുക്കെ സൂചിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റോസലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചോദിക്കണോട്ടാ ഇവൻ പറയോ പറയില്ലെന്ന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ പ്രായമൊക്കെ എത്രയായില്ല, എന്തെങ്കിലും നോക്ക് എന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞു വന്ന് പിന്നെ അന്ന് എപ്പിസോഡിൽ പറഞ്ഞ പോലെ മൂപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും കൈവിട്ടുപോയി. വീശി എന്റെ ഒരു പവറും ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോ ഏതാണ് ബ്രാൻഡ് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നുമില്ല. സാധാരണ ഇതിൽ ഞങ്ങൾ കഴിക്കുന്നത് ഒരു മീഡിയം കണ്ടീഷനുള്ള സാധനം. അങ്ങനെ സ്റ്റെബിന്റെ അടുത്ത് പറഞ്ഞു, സ്റ്റെബിനെ പറയ കാര്യം എന്താന്ന് വെച്ചാൽ പറയാം, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ പപ്പയോടും അപ്പച്ചനോടും അമ്മച്ചോടും ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നോട് പറ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കണക്കിന് ഇവനെ ലെവലിലാക്കി കഴിയുമ്പോഴാണ് വിനീഷയുടെ കാര്യം പറയുന്നത്. വിനീഷയുടെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു, അച്ചാച്ചാ ഹിന്ദു ആണ്. ഞാൻ പൊന്നെ ചതിച്ച. ഇതിപ്പോ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു ഇവന് എല്ലാം ചെയ്യാതെ പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാരും കൂടി എന്നെ പഞ്ഞിക്കിടല്ലോ എന്ന് വിചാരിച്ചു ഞാനാകെ പണിയായി. ഞാൻ എടാ ഇത് എങ്ങനെ പോവും? അതാ ചേച്ചി സംസാരിക്കും. മൊബൈല് വിളിച്ച എന്റെ കയ്യിലേക്ക് മൊബൈലിൽ വന്നു. എന്റെ പിതാവ് എന്റെ കണ്ണുകളിൽ പോയി. ഞാനിപ്പോ ഒരാളായിട്ട് ഒരു പരിചയമില്ല ഒന്നുമില്ലാത്ത ആളോട് എന്ത് സംസാരിക്കാനാ? പക്ഷെ അന്ന് തോന്നുന്നുണ്ടായില്ല, അത് രാത്രി 2 മണിക്ക് എന്നോട് മുറിയിൽ പൊക്കോളാൻ പറഞ്ഞു, ഞാൻ കേൾക്കാണ്ടിരിക്കാൻ. അപ്പച്ചനെ പുറത്തേക്ക് വിട്ടു. നല്ല കാര്യങ്ങളും പറയുള്ളൂ. അങ്ങനെ വിനീഷയ്ക്ക് വിളിച്ച് പറഞ്ഞോണം രണ്ടാമത്തിന്റെ പവർ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വിനീഷയോട് ചോദിച്ചു, വിനീഷാന്ന് പേര് പറഞ്ഞു എന്റെ അടുത്ത്. വിനീഷ, സ്റ്റെബിനൊരു കാര്യം വേണ്ടല്ലോ, എന്തായാലും സംഭവം എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞു സത്യാണാ വേഷം കേട്ടാണാ എന്ന് പറഞ്ഞു. അല്ല സീരിയസ് ആണ് എന്ന് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ 2 കാശാണ്, വീട്ടിൽ സമ്മതിക്കുവോ? വീട്ടിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പൊ ഒരു സൈഡ് ഓക്കെ ആയി. ഇനി അടുത്ത 17 വലിയ കുരിശുകൾ ഇവിടെ കിടായി. ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ പാട്. അങ്ങനെ അപ്പൊ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പിറ്റേ ദിവസം ഇളയ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടൻ അന്ന് വെള്ളടിച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ ഏറ്റില്ല, ഈ വീട്ടുകാരോട് എന്ത് പറയുന്ന പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റെബിനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയാണ്. സ്റ്റെബിനെ നീ കുഴപ്പമാവുക? അല്ല നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്ന് പറയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ ചിലപ്പോ തമാശയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇളയ പെങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ലടാ അവള് സീരിയസ് ഒന്നല്ല, സംഗതി വെറുതെ പറഞ്ഞാന്ന് തോന്നിയെന്ന് പറയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പെങ്ങളെ വീട്ടിൽ ചെന്നപ്പോ പെങ്ങള് പറഞ്ഞു, ഇവൻ കല്യാണങ്ങള് കുറെ വരുന്നുണ്ട്, ഒന്നും സമ്മതിക്കണില്ല എന്ന് പറയാണ്. ഞാനിതുപോലെ ബൈ ചാൻസ് ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടനൊന്ന് ചോദിക്കി എന്താന്ന് കാര്യം എന്താന്ന് പറയാൻ പറയണം. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഇവരിവിടെ ഉണ്ട്. എന്നെ കണ്ടുകഴിയുമ്പോൾ ആ സ്റ്റാൻഡ് വിട്ടപ്പോ ഞാൻ പറഞ്ഞു, റോസി പെങ്ങള് പറഞ്ഞു പോയിട്ട് വേമ്പോ അച്ചാച്ചനൂടെ ഉണ്ട്, നീ പോയിട്ട് വേമ്പോ വരാൻ പറഞ്ഞു. അങ്ങനെ പോയി വന്നപ്പോ ആളെ ഞാൻ പതുക്കെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്താ പ്രശ്നം, കാര്യം പറയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അച്ചാച്ച അത് ഞാൻ വാക്ക് കൊടുത്തു, ഇനിയിപ്പോ അത് വാക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങള് അത് നമ്മുടെ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. അവസാനം വിളിച്ചു, വിനീഷിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ സംഭവം കേൾക്കണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വല്ലതും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടായിയുടെ സ്വഭാവമൊക്കെ നിനക്കറിയാമോ? എല്ലാ സ്വഭാവവും എനിക്കറിയാമെന്ന്. ഞാനെന്ന് പറയണ്ടേ, മമ്മി എടുത്ത് ചോദിക്കട്ടെ, എന്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഒരു റിയാക്ഷൻ? എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഭയങ്കര നെഞ്ചുവേന വന്നു, വിഷമായിരുന്നു. അവള് കുറച്ച് ദിവസം പള്ളിയിലായിരുന്നു കണ്ടിന്യൂസ്. അപ്പൊ എങ്ങനെയാ 2 കാസ്റ്റുണ്ട്, അപ്പൊ എങ്ങനെയാ നമ്മുടെ ഇതിലേക്ക് ചേരുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവള് ഇതിൽ ഇതിലേക്ക് ചേർന്നോളാന്ന് പറഞ്ഞേക്കണേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോ ഭയങ്കര നല്ലൊരു പരിപാടി കിട്ടിയില്ലേ. ഓക്കെ, നമുക്ക് അനിയനെ വൈഫിനെയും കൂടെ പരിചയപ്പെടാം. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഞങ്ങളിപ്പോ 3 മാസം. പേര് പറഞ്ഞില്ല. എന്റെ പേര് ജോസഫ് ആൻഡ് ഡെൽന. നിങ്ങളുടെയും പ്രണയ വിവാഹമാണ്? അങ്ങനെ അത്ര വലിയ പ്രണയം അല്ലെങ്കിലും ചെറിയ തോതിലൊരു പ്രണയം. വലിയ പ്രണയം, ചെറിയ പ്രണയം എന്നൊക്കെ ഉണ്ട്. എല്ലാം പ്രണയം തന്നെ. തൂക്കമുണ്ടോ? അല്ല സ്റ്റെബിനെ ഇത് സ്മോൾ ആണെന്നോ ലാർജ് ആയിരുന്നോ? ഞാൻ സ്മോളാ, സ്റ്റെബിനാ ലാർജ്. എനിക്ക് പട്ടണത്തിൽ സുന്ദരന്റെ ദിലീപേട്ടന്റെ അവസ്ഥയാ. അത് ദിലീപേട്ടൻ പറയുന്നില്ലേ, ചേട്ടൻ ഇന്നും ചേച്ചിക്ക് സാരി മേടിച്ചു. ചേട്ടൻ ഇങ്ങനെ ആഴ്ചയിൽ സാരി മേടിക്കുകയും ബുള്ളറ്റ് കറങ്ങുകയും. എന്റെ കുടുംബജീവിതം ഇവര് ആഴ്ചയില് റിസോർട്ടുകാർ ഇവർക്ക് ഇങ്ങനെ പ്രൊമോഷന് വേണ്ടി വിളിക്കല്ലോ, അവർക്ക് 10 ദിവസം കൊടുക്കില്ല, ഇവർ ആഴ്ചയിൽ കറങ്ങാൻ പോകും. ഇവിടെ കണ്ടിട്ട് അവരവിടെ പോയി ഇവിടെ പോയെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കിയോ, വെറുതെ യൂട്യൂബിലൊക്കെ ഇട്ട് ബാക്കിയുള്ളവന്റെ കുടുംബജീവിതം പറഞ്ഞു. നല്ലൊരു കമന്റ് ആയിരുന്നു. സ്റ്റെബിനെ എന്തായാലും ഇവരെ കൂട്ടിക്കൊണ്ട് വന്നതിലും പരിചയപ്പെടുത്തിയാലും ഭയങ്കര സന്തോഷം. അല്ല, എനിക്കല്ലേ സന്തോഷം, ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇവരെല്ലാരും വിളിച്ചു വരുത്താൻ പറ്റില്ല, എനിക്കല്ലേ സന്തോഷം. അല്ല, ഞങ്ങൾക്ക് പരിചയപ്പെട്ടാലും ഞങ്ങൾക്ക് സന്തോഷം. ശരിക്കും അപ്പച്ചനാണ് നല്ലൊരു കൈയടി കൊടുക്കേണ്ടത്. അദ്ദേഹം ഇത്രയും
ഈ ഫാമിലിയെ ഇത്രയൊരു കെട്ടുറപ്പോടുകൂടി ആ മക്കളെയും മരുമക്കളെയും കൊണ്ട് നടക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അതൊരു വലിയൊരു കൈയടി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് എനിക്കല്ല കൂടുതൽ തരണ്ടേ, എന്റെ വൈഫിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വല്ല തൊഴിൽ മേഖലയായിട്ട് ഇങ്ങനെ കാർഷിക മേഖലയിലായതുകൊണ്ട് പോവും. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു പറയാനുള്ളത് കക്ഷിയോടാ. ആവശ്യമുള്ള കാര്യം മാത്രമേ എന്നെ അറിയിക്കുള്ളൂ, ആവശ്യമില്ലാത്തൊന്നും അറിയിക്കില്ല. അല്ല കേട്ടോ, ഒരു തിലകൻ ചേട്ടൻ പൊന്നമ്മ ചേച്ചി കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ തമ്മിൽ. നിത്യക്ക് എന്താണ് ഈ ഫാമിലിയോട് പറയാനുള്ളത്? എനിക്ക് ഈ ഫാമിലി കണ്ടിട്ട് തോന്നിയത് ഈ ന്യൂജൻ ഒരു വൈബുള്ള ഫാമിലി എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഭയങ്കര ട്രഡീഷണലാ, പക്ഷെ അവരുടെയൊക്കെ മനസ്സ് ഇപ്പത്തെ ഒരു ന്യൂജൻ വൈബുള്ള മനസ്സാണ്. പിന്നല്ല പൊളി.